ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പം എന്താ പറയുക, രാവിലെ ഇപ്പോൾ എഴുന്നേറ്റ് ഒന്ന് രാവിലത്തെ പ്രഭാത പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് തൈറോയിഡിൻ്റെ മരുന്നും കഴിച്ചു. ഇന്ന് മോർണിംഗ് ഏത്തയ്ക്ക പുഴുങ്ങിയതാണ്. ഇനി കോഫി ഉണ്ടാക്കണം. 3 ദിവസം എഴുന്നേറ്റ് കുളിക്കാൻ കയറി. വേദ എഴുന്നേറ്റിട്ടില്ല. കാരണം പോകുമെന്ന് പറഞ്ഞിട്ടും ഇതുവരയ്ക്കും ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു, പോകാൻ മനസ്സ് കൊടുക്കല്ലേ എന്ന്. അറിയില്ല, ഇന്നലെ രാത്രിയിലും പറഞ്ഞ് പോകും, അവൻ ഒറ്റയ്ക്കാണ്, ഒരു ചാൻസും കൂടെ കൊടുക്കാതൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ശരി, ഓക്കെ, അതൊക്കെ അവരുടെ ഇഷ്ടം. ഇഷ്ടമുള്ളവർക്ക് വരാം, ഇഷ്ടമുള്ളവർക്ക് നിൽക്കണമെങ്കിൽ നിൽക്കാം, ഇല്ലെങ്കിൽ പോകാം, അത്രയേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, ഈ ഒരു കാര്യം പറഞ്ഞ അമ്മയും ഞാനും സിസ്റ്ററായിട്ട് ചെറുതായിട്ടൊന്ന് പിണങ്ങിയിരിക്കുകയാണ് വേദയുടെ കാര്യം പറഞ്ഞ്. കാരണം അവൾ തിരിച്ചു പോകുന്നതിനെക്കുറിച്ച് യാതൊരു ഇഷ്ടവുമില്ല. പക്ഷേ അവൾ പോകുമെന്ന് പറയുമ്പം എല്ലാവർക്കും ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയും പ്രശ്നങ്ങളും അവർക്കും ഉണ്ട്, രണ്ടുപേർക്കും ഉണ്ട്. അന്നേരം ഇന്നലെ വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ പറയുക, അവളെന്ത് പറഞ്ഞു. ഇന്നലെ രാത്രിയിലാണ് വിളിച്ച് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, അത് എന്താ പോന്നെന്ന് പറയുന്നത്. ഇന്നലെ ചോദിച്ചിട്ട് നീ പിന്നെ ചോദിച്ചില്ല. ഞാൻ പറഞ്ഞില്ല, ഞാനൊന്നും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അന്നേരം അവരെ വിചാരം ഞാൻ എന്തോ അവരെ തുളിക്കുന്ന മാതിരിയാണ്. അങ്ങനെയൊന്നുമില്ല. ഒരാൾ നിൽക്കണോ വേണ്ടതെന്ന് അവരാണ് ചിന്തിക്കുന്നത്. നമുക്ക് പിടിച്ചു നിർത്താനൊന്നും പറ്റത്തില്ല. പോകേണ്ടവർ പോട്ട്, നിൽക്കേണ്ടവർ നിൽക്കട്ടെ. അന്നേരം ഞാനിങ്ങനെ സിസ്റ്ററോട് പറഞ്ഞിട്ട് അന്നേരം അവളിങ്ങനെ അടുത്തിരുന്ന സമയത്താണ് പുള്ളിക്കാരി വിളിച്ചത്. അന്നേരം ഞാൻ പറഞ്ഞു, അന്നേരം ആ സംസാരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല. അവൾ വിചാരിച്ചാൽ എന്തോ മറച്ചു പിടിക്കുകയാണ്. പക്ഷെ മറച്ചു പിടിക്കുന്നൊന്നുമല്ല. പുള്ളിക്കാരി ഇനിയിപ്പോൾ ഇത് കേട്ടിട്ട് പോകാൻ നിൽക്കണ്ട, നമ്മൾ പുള്ളിക്കാരിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള ചിന്ത വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ പറഞ്ഞു ഒഴിഞ്ഞു മാറിയത്. പക്ഷെ അത് അവർക്ക് രണ്ടുപേർക്കും ഒരിത്തിരി വിഷമമായി. എനിവേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ത് ചെയ്യാനാ, അതിൻ്റെ കൂടെ എനിക്ക് നല്ല ഹൈ പ്രഷർ BP കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വശത്ത് ഭയങ്കര പെയിൻ, തലവേദന, ഈ സൈഡ് ഇവിടുന്ന് ഇവിടം വരെ പെയിന്. അത് ഇന്നലെ 2-3 പെയിൻ കില്ലർ ഞാൻ എടുത്ത്, എന്നിട്ടും കുറവില്ല. പക്ഷേ ഇന്നും കൂടെ ഉച്ചവരെ നോക്കിയിട്ട് എന്തായാലും എനിക്കിന്ന് ഉച്ച കഴിഞ്ഞ് പുറത്തുനിന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അന്നേരം ഞാൻ പുറത്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ ഒന്ന് കാണാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഇതിന് വെച്ചുകൊണ്ട് പോയാൽ ശരിയാകത്തില്ല. നമുക്ക് എന്ത് അസുഖമെന്ന് അറിയാൻ പറ്റില്ല. അത് നമുക്ക് എൻ്റെ മുടി നല്ല വൃത്തിയാണ് പൊട്ടിപ്പോകുന്നുണ്ട്. അന്നേരം അതൊന്ന് ഡോക്ടറെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിവേ, ഇതൊക്കെയാണ് ഇപ്പോൾ രാവിലത്തെ കാര്യങ്ങൾ. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റിൽ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താ പറയുക, അവന് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടൊരു മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്, വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തോ പോകുന്നവർ പോയിട്ട് നിൽക്കുന്നവർ നിൽക്കട്ടെ. അല്ല പിന്നെ ഞാനെന്ത് പറയാനാണ്. കാരണം നിങ്ങളെല്ലാവരും പറഞ്ഞതൊക്കെ ഞാൻ എൻ്റെ സമാധാനം നോക്കിയിരിക്കുന്നതാണ് എൻ്റെ ഹെൽത്തിന് നല്ലത്. അല്ലാതെ ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് പ്രഷർ എങ്ങാണോ തലയിൽ കൂടി പോയി കഴിഞ്ഞാൽ അങ്ങ് പോയി. ആർക്ക് പോയി? നമുക്ക് പോയി. ഇവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ ഈ ഭൂമിയിൽ കുറച്ച് കാലം ജീവിക്കാനുള്ള സമയം നമുക്ക് പെട്ടെന്ന് നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാനത് വേണ്ടാന്നങ്ങ് വെച്ചു. ടെൻഷൻ അടിക്കാനൊന്നും എനിക്കിനി വയ്യ. ഒരിച്ചിരി സമയമായാലും കിട്ടുന്നത് സമാധാനത്തോടെ ഇരിക്കണം. ഈ പ്രഷറിൻ്റെ മരുന്ന് കഴിക്കാണ്ട് വരുമെന്നൊരു തോന്നലുണ്ട്. കാരണം ഇല്ലെങ്കിൽ രാവിലെ ആകുമ്പോഴിങ്ങനെ പെയിനും ഒന്നും വരണ്ടല്ലോ. കാരണം മൈഗ്രീൻ ആണെങ്കിൽ ഞാൻ മൈഗ്രാനിൽ കഴിക്കാറുണ്ട്. പിന്നെ വേറെ മെഡിസിൻ മൈഗ്രീനെല്ലാം കഴിക്കാറുണ്ട്. പക്ഷെ അതല്ല, ഇത് പെയിൻ കില്ലർ കഴിക്കുമ്പോൾ ഉടനെ മാറും. പിന്നെ വീണ്ടും കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും വരും. ആ ഒരവസ്ഥയിലാണ്. കൂടുതലങ്ങോട്ട് നമുക്ക് സംസാരിക്കാനോ ഒന്നും പറ്റില്ല. സംസാരിക്കുമ്പോൾ ആ ഒരു ഫീൽ വരുന്നുണ്ട്, പെയിൻ വരുന്നു മാതിരി ഒരു ഫീൽ വരുന്നുണ്ട്. ഇനി എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം ആ കാര്യം. അപ്പം എല്ലാവരും എനിക്ക് അയക്കുന്ന മെസ്സേജൊക്കെ കണ്ടു. ചില ആൾക്കാർക്ക് മെസ്സേജിന് മറുപടി കൊടുക്കാൻ വൈകിയത് വേറൊന്നും കൊണ്ടല്ല. എനിക്ക് പെയിൻ കാരണം എപ്പോഴും ഇങ്ങനെ ഓൺലൈനിൽ വന്നിരുന്ന് നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇന്നലെ ഫുള്ള് എന്താ പറയുക, വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ അങ്ങനെ ഓൺലൈനിൽ അങ്ങനെ ഇരുന്നിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ, വേറൊന്നും വിചാരിക്കരുത്. അല്ലാതെ മടിയൊന്നും കൊണ്ടില്ല, പെയിൻ കാരണം വയ്യാത്തത് കൊണ്ടാണ്. മൊബൈൽ നോക്കാൻ കൂടുതൽ എന്താ പറയുക, നമ്മൾ കൂടുതൽ തലവേദന വരുന്ന മാതിരി ഫീല്, അതാണ് സംഭവം. പിന്നെ എന്താ പറയുക, ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നില്ല. ഞാനൊരു ആലപ്പുഴയിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു ബോട്ടിൽ കയറിയ കാര്യങ്ങളൊക്കെ ശരിക്കും സത്യമാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് പേടി തോന്നുമോ അത് നമ്മൾ ബ്രേക്ക് ചെയ്യണം.
ഇല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ലൈഫിൽ ആരായിരുന്നാലും, ഇനി ചെറിയ കുട്ടികളായാലും മുതിർന്നവരായാലും ആരായാലും നമ്മുടെ ലൈഫിൽ നമുക്ക് പേടി എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴല്ല അത് ബ്രേക്ക് ചെയ്ത് നമ്മൾ പുറത്ത് വരണം ജീവിതത്തിൽ എപ്പോഴെങ്കിലും. കാരണം കുട്ടികളാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അവരെ അതിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് നമ്മൾ പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കണം. കാരണം ഇല്ലെങ്കിൽ അവരെ അങ്ങോട്ട് വളർന്നു വരുന്നതോറും അവരുടെ ലൈഫിൽ അത് ഒത്തിരി ബാധിക്കും. മുതിർന്നവരാണെങ്കിൽ ഇത്രയും സമയമൊക്കെ എടുക്കും ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വന്ന് പെട്ട് അതിൽ നിന്നൊക്കെ ബ്രേക്കായി നമ്മളൊരു നോർമൽ ലൈഫിലേക്ക് എത്തിപ്പെടാൻ കുറേ സമയം പിടിക്കും. അതുപോലെ അവസ്ഥയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ പെയിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ജീവിതത്തിൽ നമുക്ക് ഏത് തരത്തിലുള്ള പേടിയായാലും അത് ബ്രേക്ക് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ ഓവർകം ചെയ്ത് പുറത്ത് വന്നാലേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മളവിടെ സ്റ്റക്കായി അങ്ങ് നിന്ന് പോകും. അതെൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് പറയുന്നത് കേട്ടോ. സീരിയസ്ലി എനിക്ക് ലൈഫിൽ എന്താ പറയുക, പുറത്തിറങ്ങിയാൽ ആൾക്കാരെ ഫേസ് ചെയ്യാനും ഒക്കെ ഒരു മടിയുള്ള പേടിയുള്ള വ്യക്തിയായിരുന്നു. പക്ഷേ ഞാനത് ബ്രേക്ക് ചെയ്തിറങ്ങി. കാരണം നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ശരിക്കും ഒരു റൂമിൽ നിന്ന് സംസാരിക്കുന്ന മാതിരിയാണ് ഫീൽ വരുന്നത്. പക്ഷെ ഞാൻ നിങ്ങളുടെ എല്ലാവരെയും മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന മാതിരി ഫീൽ കൊടുത്താണ് ഞാൻ നിങ്ങളുടെ ഓരോ ആൾക്കാരോടും വീഡിയോയിൽ സംസാരിക്കുന്നത്. കാരണം അത് വേറൊന്നും കൊണ്ടല്ല. കാരണം നമ്മൾ ഒറ്റയ്ക്കാണെന്ന് ചിന്തിച്ചാൽ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ചുറ്റും കുറേ ആൾക്കാരുണ്ടെന്ന് ചിന്തിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ജീവിതത്തിൽ. അത് ഞാൻ പണ്ട് അങ്ങനെ ആയിരുന്നു. ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. ഒറ്റയ്ക്ക് ഒരു കാര്യം പറയാനോ എടുക്കാനോ ഒക്കെ ഭയങ്കര പേടിയാണ്. പക്ഷേ എന്താ പറയുന്നത്, ഞാൻ ഈ മൊബൈലെടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ ഒപ്പം ഇരുന്ന് സംസാരിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ സംസാരിക്കണത് അതുപോലെ ചുറ്റും ഇരുന്ന് സംസാരിക്കുന്ന മാതിരി അതേ ഫീല് കൊടുത്തിട്ടാണ് ഞാൻ നിങ്ങൾ ഓരോരുത്തരായിട്ട് എൻ്റെ കാര്യങ്ങൾ പറയുക ചെയ്യുന്നത്. അല്ലാതെ വേറെ ഒരു ഇതല്ല. പക്ഷെ ഞാൻ അതിൽ നിന്നും ഒരു പേടി നിന്നും ബ്രേക്കായി പുറത്ത് വന്നു. പക്ഷേ ഇന്ന് ഞാൻ ഭയങ്കര ഈ ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. എൻ്റെ യൂട്യൂബ് ഫാമിലിയുടെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്നെ ഒത്തിരി മനസ്സിലാക്കുന്ന ആൾക്കാരാണ് എനിക്ക് ചുറ്റുമുള്ളത്. ഒത്തിരി ഞാൻ ചിന്തിക്കുന്നതിലപ്പുറത്ത് ഒത്തിരി എന്നെ മനസ്സിലാക്കുകയും എൻ്റെ ഒപ്പം കൂടെ നിൽക്കുകയും ചെയ്യുന്ന കുറേ നല്ല നല്ല ആൾക്കാരാണ് എനിക്ക് യൂട്യൂബ് ഫാമിലിയിൽ കിട്ടിയതും ഉള്ളതും ഒക്കെ എല്ലാവരും. അപ്പം ഇനിയിപ്പോൾ കർക്കിടകമൊക്കെ ആവാൻ പോണ്. അന്നേരം അടുത്ത ഓണം വരാൻ പോകുന്നു. അന്നേരം ഓണം ആഘോഷിക്കുന്നതിൻ്റെ തിരക്കാവും എല്ലാവർക്കും. ഈ പ്രാവശ്യം മധുര മീനാക്ഷി കോയിലിൽ പോകണമെന്നുണ്ട്. അറിയില്ല നടക്കുമോ ഇല്ലയെന്ന്. വിധിയുണ്ടെങ്കിൽ പോകണം. ദേവിനെ എല്ലാ തിരുവോണത്തിനും അവിടെ പോയി കാണണമെന്ന് ഭയങ്കര ഒരാഗ്രഹമാണ്. ഈ പ്രാവശ്യം നടക്കണമെങ്കിൽ നടക്കട്ടെ അല്ലേ. അന്നേരം ഇന്നിതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഷോപ്പിലോട്ടൊന്ന് പോകണം. വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് അടുത്ത വ്യാഴാഴ്ച ഒരു കല്യാണമുണ്ട്. അന്നേരം അതിന് പോകാൻ ഷോപ്പിൽ തന്നെ ഒരു സാരി എടുക്കണം, സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം, ചെറിയ ചെറിയ പരിപാടികൾ. അത് ഞാൻ പറയാം, എൻ്റെ ഒരു കൂട്ടുകാരി ബസ് സ്റ്റാൻഡ് എടുത്തുണ്ട്, പുള്ളിക്കാരത് കൊണ്ട് കൊടുക്കണം സ്റ്റിച്ച് ചെയ്യാൻ. കാരണം എനിക്കെപ്പോഴും ഈ കയ്യിലിങ്ങനെ ചെറിയ ചുരുക്ക് വെക്കണ ബ്ലൗസാണ് ഇഷ്ടം. അത് പണ്ടേ ഉള്ള സ്റ്റൈലാണ്. ചുരുക്കിങ്ങനെ ഇല്ലാത്ത ബ്ലൗസ് വിരലിലെണ്ണാവുന്നത് 1, 3, 4 അത്രയൊക്കെ ഉള്ളു. അതിൽ കൂടുതൽ എനിക്കില്ല അങ്ങനത്തെ ബ്ലൗസ്. അത് യാദൃശ്യമായിട്ട് തയ്ച്ചതായിരിക്കാം. അല്ലാതെ ഞാൻ ഒരിക്കലും അങ്ങനെ ചുരുക്കില്ലാത്ത ബ്ലൗസ് ഇടത്തില്ല. പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ്. ഏതൊരു കയ്യിൽ ഇവിടെ ഒരു ചെറിയൊരു കുഞ്ഞ് ചുരുക്ക് വെക്കും. അതിന് എൻ്റെ ആ കൂട്ടുകാരി പറയാറുണ്ട്, ഇതൊക്കെ പഴയ ഓൾഡ് ഫാഷനാണ്. പക്ഷേ ഞാൻ പറയും എനിക്കതിഷ്ടമാണ്. എനിക്ക് വല്ലാതെ ഒരു ബ്ലൗസും വെക്കില്ല. അങ്ങനെ വെക്കാതെ ഞാൻ യൂസ് ചെയ്യില്ല. ഇപ്പോൾ ഇതും ഒരു എന്താ പറയുക, ഡാർക്ക് ബ്ലൂ ആണ്. ഒരു ഷോപ്പിൽ ഒരു സാരി ഉണ്ട്, മധുര സുങ്കടിയാണ്. അന്നേരം അത് ഉടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ വേറെ പട്ട് സാരിയൊക്കെ ഇരിപ്പുണ്ട്. ഈ മഴയത്ത് പിന്നെ അതൊക്കെ ഉടുത്തുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്യാനാണ്. കല്യാണപ്പെണ്ണാണ് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് കല്യാണ ദിവസം ഇരിക്കേണ്ടല്ല അവിടെ കാണാൻ ചെല്ലുന്ന ആൾക്കാരല്ല. അവരെ നമ്മളത്ര ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ പറ്റുന്നു അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് കാണണം. അപ്പോൾ എനിക്കിതൊക്കെ മതി. ആ ഒരു ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ ആണ് ആ കളറ്.
അത് എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അത് സാരി കാണിച്ചു തരാം, ഇപ്പോഴല്ല, ഞാൻ കടയിലിരിക്കുകയാണ്. അത് സ്റ്റിച്ച് ചെയ്തിട്ട് വ്യാഴാഴ്ച നമ്മൾ പോകുന്ന കല്യാണത്തിന് മോർണിംഗിൽ. അന്നേരം ഞാൻ അത് ഉടുക്കുമ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ കുറച്ച് ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ പെയിൻ ചെറുതായിട്ട് തുടങ്ങി കേട്ടോ. അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നതല്ല എന്നൊരു തോന്നൽ. കാണിക്കണം, ഡോക്ടറെ കാണിച്ചേ പറ്റും. അത് ഈ ന്യൂറോ സർജൻ അങ്ങനെ എന്തോ ന്യൂറോളജി അങ്ങനെ കാണിക്കാൻ എന്താണ് പറഞ്ഞത്, മറന്നുപോയി ആരെയാ കാണിക്കാൻ പറഞ്ഞതെന്ന്. അപ്പം ഇതുവരെയ്ക്കും ഇപ്പോൾ ഒരു പ്രശ്നങ്ങളും ഇല്ല, സമാധാനത്തോടെ പോകുന്നുണ്ട്. ഇനി അറിയില്ല നാളെ ഇനി എന്താണോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഏത്തക്ക പുഴുങ്ങുവാണ്, പിന്നെ കോഫി ഉണ്ടാക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് ഇന്ന് എന്താ തക്കാളി സാദം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടാ. തക്കാളി സാദം അതങ്ങനെ ഉണ്ടാക്കാം. തക്കാളി ഇരിപ്പുണ്ട്, തക്കാളി സാദം ഉണ്ടാക്കാം. ഇവിടെ സ്ഥിരം ഉണ്ടാക്കുന്ന ഡിഷാണ് തക്കാളി സാദം, അതുണ്ടാക്കാം. പിന്നെന്താ പറയുക, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ എന്താ മോള് പോകുന്ന കാര്യം ചോദിച്ചാൽ പറയാനുള്ളത്, എനിക്ക് വിഷമമുണ്ടോ ചോദിച്ചാൽ വിഷമമുണ്ട്, വിഷമമില്ലാതില്ല. പിന്നെ അവരുടെ ലൈഫ്, പിന്നെ ഈ 10-ാം തീയതി കല്യാണം കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ തിരിച്ചു പോകുന്നത്. കല്യാണത്തിന് ആ പുള്ളിക്കാരിയും വരാൻ റെഡി ആയിരിപ്പുണ്ട്, അറിയില്ല. വരുന്നെങ്കിൽ വരട്ടെ, നമ്മുടെ ഒപ്പം വരുന്നെങ്കിൽ വരട്ടെ, കല്യാണത്തിന് കൂടിട്ട് എന്നിട്ട് പോന്നെങ്കിൽ പിക്കോട്ട്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, മനസ്സ് തോന്നിക്കില്ല, പക്ഷേ പോവാതിരിക്കില്ല, പോവും. ഞാനൊരു വീഡിയോയിൽ അവളെ കാണിച്ചു തരാം. ഇന്ന് പറ്റുന്നെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ അവളെ എൻ്റെ കൂടെ സംസാരിപ്പിക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവരും കാണാമല്ലോ അവളെ. എന്നിട്ട് ഇതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ പേടിയുള്ള കാര്യം വീണ്ടും പറയുകയാണ്, നമുക്ക് എന്ത് പേടിയുണ്ടോ അതിൽ നമ്മൾ ബ്രേക്കായി പുറത്ത് വരാൻ ശ്രമിക്കണം. എൻ്റെ ചില കൂട്ടുകാർ പറഞ്ഞിട്ട് ബോട്ടിൽ കയറാൻ പേടിയാണ് എന്നൊക്കെ. പക്ഷേ അവർ പേടിക്കണ്ട, നമ്മൾ ഒരു പ്രാവശ്യം അതിൽ നിന്ന് ബ്രേക്കായാൽ മതി, നമ്മൾ പുറത്ത് വന്ന് നമുക്ക് ആ പേടി ഇല്ലാതാവും. അതെനിക്ക് ഫീലായതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മളെന്തിനും പേടിക്കാനേ ഉള്ളൂ. എല്ലാത്തിൽ നിന്നും ഞാൻ എൻ്റെ ധൈര്യം നിങ്ങളാണ്, നിങ്ങൾ ഓരോരുത്തരാണ് എൻ്റെ ധൈര്യം. എനിക്ക് തരുന്ന വാക്കുകളും എന്നെ സാന്ത്വനിപ്പിക്കുന്ന ഓരോ നിമിഷവും എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്നെ ഈ വീഡിയോയിൽ കാണുന്ന ആൾക്കാരാണ്, എന്നെ എത്ര നല്ല രീതിയിലാണ് നിങ്ങളെന്നെ സ്നേഹിക്കുന്നത്. അതായത് ഞാൻ ആരുമില്ലെന്ന് ഒരിക്കലും പറയരുത്. എനിക്ക് നിങ്ങളെല്ലാവരും ഉണ്ട്. നിങ്ങളെല്ലാവരുമാണ് എൻ്റെ സ്വന്തം, എൻ്റെ ബന്ധം, എൻ്റെ ബന്ധുക്കൾ എന്ന് പറയാനാണെങ്കിൽ. കാരണം എൻ്റെ ഓരോ നിമിഷം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് സന്തോഷം. എന്തോ ഒരു വല്ലാത്തൊരു സന്തോഷമാണ് എനിക്ക് രാവിലെ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതന്നെ. കാരണം ഒരു ഓൺ വോയിസിൽ എനിക്ക് രാവിലെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അതിനപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല കേട്ടോ ജീവിതത്തിൽ, ഉള്ള സത്യം പറയാണ്. എന്തോ എനിക്കറിയില്ല അങ്ങനെ എന്താണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയെന്ന്. ഞാൻ ഭയങ്കര ഹാപ്പി, ഇന്നത്തെ ഒരു ദിവസം ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾക്ക് എൻ്റെ ചിരി കാണാൻ മനസ്സിലാവും ഞാൻ ഹാപ്പി ആയിട്ടായിരിക്കുന്നതെന്ന്. പക്ഷെ ഇന്ന് ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഒരു ഇച്ചിരി മൈൻഡ് ഔട്ടാവുന്നത് അത് വേദയുടെ കൊച്ചിൻ്റെ കാര്യം ആലോചിച്ചിട്ട് തന്നെയാണ്. പിന്നെ മോനസിൻ്റെ എന്നോട് ചോദിച്ചു, മോനസിനെ അങ്ങനെ ഒരിക്കലും മോനസിനെ കുറ്റം പറഞ്ഞില്ല. ആ ഒരു നിമിഷം എനിക്കുണ്ടായ ഒരു ഫീലിങ്സ് ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞതാണ്. അല്ലാതെ ആരും മോനസിനെ ഉപദ്രവിച്ചിട്ടൊന്നുമല്ല കേട്ടോ, എന്നോട് ദേഷ്യപ്പെട്ടിട്ടൊന്നുമല്ല. പക്ഷെ എനിക്ക് ആ ഒരു സമയത്ത് ഞാൻ എന്താ പറയുക, പെട്ടെന്നൊരു നമ്മളെ റൂമിനകത്ത് അടച്ചിട്ട് നമ്മൾ ഒറ്റയ്ക്കായി പോകുന്ന എങ്ങനെ അങ്ങനത്തെ ഒരു ഫീലിങ്സ് എനിക്ക് വന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്. മോനസൊരു പാവമാണ്. ഇപ്പം എന്നെക്കാട്ടി അവനെ മനസ്സിലാക്കുന്നത് നിങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അവനിൽ വരുന്ന ഓരോ കമൻറ്റും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എൻ്റെ മോനസൊരു പാവം തന്നെയാണ്. ആ ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് പറഞ്ഞ ആളോടാണ് ഞാൻ ചോദിച്ചത്, മോനസിനെ കുറിച്ച് അങ്ങനെ പറയരുത്, താങ്ങും തണലോട്ട് കൂടെ നിന്നേയല്ലേ. ഞാൻ മോനസിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത്, എനിക്ക് ചുറ്റുമുള്ള എല്ലാവരും എന്നെ പെട്ടെന്ന് ഒറ്റപ്പെടുത്തിയ മാതിരി എനിക്കൊരു ഫീല് വന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്. അല്ല മോനസിനെ മാത്രം എടുത്ത് പറഞ്ഞതല്ല. അത് ശരിക്കും പറഞ്ഞാൽ അത് മോനസിനെ കുറിച്ച് അങ്ങനെ പറയരുതായിരുന്നു. കാരണം ശരി തന്നെയാണ് എനിക്ക് ആ ഒരു സഹോദരി പറഞ്ഞു തന്നെ, എന്തിനും താങ്ങും തണലോട്ട് കൂടെ നിൽക്കുന്നതാണ് എൻ്റെ ഒപ്പം. എനിക്ക് എൻ്റെ മുന്നിലും അല്ല എൻ്റെ പിന്നിലും അല്ല, എൻ്റെ ഒപ്പമാണ് അവൻ നടക്കുന്നത്, എൻ്റെ കൈ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്.
ആ ഒരു സന്തോഷം ഒന്ന് വേറെയാണ് കേട്ടോ. ഒരമ്മയ്ക്കും എന്താ പറയുക, ഒരമ്മയായാൽ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് സ്വന്തം മക്കൾ അമ്മയുടെ കൈ പിടിച്ചിങ്ങനെ നടക്കണമെന്ന്. അത് ഞാൻ ശരിക്കും അവനിൽ നിന്ന് എനിക്കത് ഒത്തിരി കിട്ടുന്നുണ്ട്. എവിടെ പോകണമെന്ന് പറഞ്ഞാലും കൊണ്ടുപോകും. ആ ഒരു കാര്യം എനിക്കതിൽ കയറണമെന്ന് അവനറിയാം, എനിക്കത് പേടിയാണെന്ന്. പക്ഷേ അവനാ പറ നമുക്ക് കയറാം, വാ നമുക്കൊന്ന് കയറി നോക്കാം, പേടിക്കണ്ട, ഞാൻ കൂടെയല്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നത് എന്ന് ഒറ്റ വാക്ക് മതി. ജീവിക്കാനായാലും മരിക്കാനായാലും അവൻ കൂടെ ഉണ്ട് എന്ന് പറയുമ്പം കിട്ടുന്നൊരു ഫീലിങ്സ് ഉണ്ട്. അതാണ് എനിക്ക് ആ പേടിയിൽ നിന്നത് മാറാൻ പറ്റിയത്. എവിടെ പോയാലും അവൻ കൂടെ ഉണ്ട് എന്നൊരു ചിന്ത. രാവിലെ ഇമോഷണലാവും, സങ്കടം വരും. അപ്പം അത് വേണ്ട. എൻ്റെ ഫ്രണ്ട്സിന് ആർക്കും ഇഷ്ടമല്ല ഞാൻ സങ്കടം വരുന്ന അവർക്ക് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അത് വേണ്ട. അപ്പം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, സമാധാനത്തോടെ. വീണ്ടും പറയാണ്, നമ്മുടെ മക്കളെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവൻ നമ്മുടെ കണ്ണെപ്പോഴും അവരെ മേളിൽ വേണം കേട്ടോ. കാരണം സമൂഹത്തിലുള്ള മനുഷ്യരാണ് അഴുക്ക, അല്ല നമ്മുടെ ഭൂമി ഒന്നുമല്ല. നമുക്ക് ചുറ്റുമുള്ള ഓരോരോ മനുഷ്യരും ഈ സ്പോട്ടിൽ എന്താ ചിന്തിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത ആൻറ്റിയുടെ മകളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എന്തോ പോയതാണ്. പോയിട്ട് എന്താ പറയുക, കാണുന്നില്ല. അന്നേരം പാലുകാരൻ പാല് കൊണ്ട് വെക്കുന്നുണ്ട്. അന്നേരം മെനഞ്ഞാന്ന് പാല് കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, അയ്യോ 2 ദിവസമായില്ല, അടുത്ത പാലെടുത്തിട്ട് എന്താണ്. പക്ഷെ അവരാരോടും അധികം സഹാന്ന് പറയില്ലേ, ഞാൻ മുസ്ലിമാണോ എന്ന് ചോദിച്ചെന്ന്. പക്ഷെ അവർ അധികം ആരോടും സംസാരിക്കാറില്ല, നമ്മൾ സംസാരിക്കാറില്ല. ഞാൻ എന്നായിരുന്നു, ഞാൻ തിങ്കളാഴ്ചയാണോ ചൊവ്വാഴ്ച ഇങ്ങനെ ഡോറ് തുറങ്ങിയ പുള്ളിക്കാരിങ്ങനെ ഡോറ് തുറന്നിട്ട് എന്തോ പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വേസ്റ്റ് വെച്ച് കയറി പോരുന്നു. പക്ഷെ അന്നാണ് അമ്മേനെ കണ്ടത്. പക്ഷേ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണ്. അവിടെ തല ഇറങ്ങി വീട്ടെന്തോ തലയ്ക്ക് ബ്ലഡ് ക്ലോട്ടായ ഹോസ്പിറ്റലാണ്. പക്ഷെ ഇപ്പം അന്നേരം അവിടുത്തെ ജോലി ചെയ്യുന്ന കുട്ടി വന്നിട്ടാണ് ഞങ്ങളടുത്ത് ചോദിച്ചത്, ഇവർ എവിടെയെങ്കിലും പോകുന്ന കണ്ടോ. സാധാരണ നമ്മൾ ഈ ഫ്ലാറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങുന്നൊന്നും അറിയാൻ പറ്റത്തില്ല. ഞങ്ങൾ പറഞ്ഞില്ല, 2 ദിവസം പാലവിടെ ഇരിക്കുന്നത്. എനിക്ക് തോന്നിയാൽ അത് പാലെടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ മേടിച്ചാൽ എന്തിനാണ് വേണ്ടാത്ത കാര്യം നമ്മൾ പോകുന്നത്. അവർക്കത് ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് വെച്ചിട്ട് അവർ ഈ അയ്യർമാരെന്നുള്ള ഒരു ഇതുള്ളതാണ്. അതിൽ പിന്നെ എന്തിനാണ് നിൽക്കുന്നതെന്ന് വെച്ചിട്ട് ഞാൻ എടുത്തില്ല. പിന്നെ അന്നേരം ആ പുള്ളിക്കാരി വന്ന് 2 ദിവസം വന്നിട്ട് 3-ാമത്തെ ദിവസമാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. ഇങ്ങനെ കാണുന്നില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോൺ എടുക്കുന്നില്ല, എന്താണെന്നറിയാൻ വയ്യ. അതാ ഞാൻ കേട്ടേക്കരുത് ചോദിക്കാറ്. കീ എന്തെങ്കിലും കാണിച്ച് തുറക്കാൻ പറ്റുമെങ്കിൽ തുറന്നപ്പോൾ മേളിൽ കുറ്റിയിട്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒന്ന് ചെന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞു. അന്നേരം അവരാരെ വിളിച്ചപ്പോൾ അവരെ ഫോൺ എടുക്കുകയോ ഇങ്ങനെ ഹോസ്പിറ്റലാണെന്നൊക്കെ പറഞ്ഞ്. അന്നേരം എപ്പോഴും നമ്മളെന്താ പറയുക, ഈ ഫ്ലാറ്റ് ജീവിതത്തിനെക്കാട്ടി നമുക്ക് ഏറ്റവും നല്ലത് നമ്മൾ ഈ വീടുകളിൽ താമസിക്കുന്ന ഒരു ഫീൽ എനിക്ക് അപ്പം വന്നിട്ടാണ്. കാരണം അടുത്തടുത്ത് വീടുകളുണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കുമ്പോൾ നമ്മളെ കണ്ടില്ലെങ്കിൽ അവർ തിരക്കും. ഇത് നമ്മൾ 3 ദിവസമായിട്ട് നമ്മൾ അറിയുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ പാലിരിക്കുന്ന കണ്ടു. പിന്നെ 2 ദിവസം കണ്ടു. 3-ാമത്തെ ദിവസമാണ് എനിക്ക് ആ ഒരു ടെൻഷൻ വന്നത്. മറ്റേതാണെങ്കിൽ വീടുകളിലാണെങ്കിൽ അങ്ങനെ അല്ല, ഒരു ഡെയിലി കാണുന്ന ഒരു വ്യക്തിനെ കണ്ടില്ലെങ്കിൽ അവരപ്പം അന്വേഷിക്കും. ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഫ്ലാറ്റുകളിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു കാര്യങ്ങളേ ഇല്ല. നമ്മൾ മരിച്ചെടുത്താൽ പോലും അവരറിയത്തില്ല. സ്മെല്ല് വരെ മാത്രമേ അറിയത്തുള്ളൂ ഇതിനകത്ത് ആളുണ്ടായിരുന്നു. അങ്ങനൊരവസ്ഥയാണ് ഫ്ലാറ്റ് ജീവിതം. അതെപ്പോഴും എല്ലാവരും മനസ്സിലാക്കുക. നമുക്ക് അടുത്തുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ച് സന്തോഷത്തോടെ നമുക്കിരിക്കാൻ പറ്റുന്നത് നമുക്ക് ഏറ്റവും വലുതാണ്. പക്ഷേ ഇത് ശരിയല്ല, ഭ്രാന്ത് പിടിക്കും. അപ്പം എല്ലാത്തിൻ്റെയായിട്ട് ഒരു കുറവുകൾ നമുക്ക് എപ്പോഴും എവിടെയെങ്കിലും കാണാം. മനസ്സിലായോ? അപ്പോൾ എനിക്കിന്ന് ഇത്രയ്ക്കാണ് പറയാനുള്ളത്. മോനസ് കുളിച്ചിട്ട് വരാൻ സമയമായി. ഇനി എന്താ പറയുക, കോഫി ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ, ടാറ്റ.